നമസ്കാരം. എന്തിനായിരുന്നിരിക്കാം ലക്ഷക്കണക്കിന് മനുഷ്യർ ഇന്നലെ തിരുവനന്തപുരം നഗരത്തിലേക്ക് ഒഴുകിയെത്തിയത്? അവരിൽ മഹാഭൂരിപക്ഷത്തിനും അവരുടെ മുഖ്യമന്ത്രിയുടെയോ മന്ത്രിയുടെയോ ഒരു ഫോട്ടോ പോലും എടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്തിനേറെ അവരുടെ മുൻപിലേക്ക് എത്താൻ പോലും കഴിഞ്ഞെന്ന് വരില്ല. അത്ര വലിയ ജനത്തിരക്കായിരുന്നു അവിടെ സംഭവിച്ചത്. എന്നിട്ടും അവരെത്തിയത് ആൾക്കൂട്ടത്തിൽ ഒരുവനായി അവരുടെ ജീവിതം സഫലമാകുന്ന സുദിനത്തെക്കുറിച്ച് ഓർത്ത് കണ്ണ് നിറയാനാണ്. ഇതിനിടയിൽ ചില രസകരമായ സംഭവങ്ങൾ അരങ്ങേറി. വി ഡി സതീശിനെ വി ഡി ചേട്ടാന്നും സതീഷ് ചേട്ടാന്നും ഒക്കെ വിളിക്കുന്ന ചില അവതാരങ്ങളുണ്ട്. വി ഡി സതീശൻ സകലരോടും ഒരുപോലെ പെരുമാറുന്ന നേതാവാണ്. ആരുടെയും വേദനയ്ക്ക് മുമ്പിൽ കണ്ണു നിറഞ്ഞു പോകുന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ മിക്കവർക്കും തോന്നും സതീശന് എന്നോട് വലിയ സ്നേഹമാണെന്ന്. അത് വാസ്തവമാണ് താനും. എന്നാൽ അവരാരും കരുതുന്നത് പോലെ മറ്റാർക്കും കൊടുക്കാത്ത പ്രത്യേകമായ വാത്സല്യമോ സ്നേഹമോ ഒന്നും ആർക്കും കൊടുക്കുന്നില്ല. എല്ലാവരും സതീശന് ഒരുപോലെയാണ് എന്നതാണ് സത്യം. അങ്ങനെ തെറ്റിദ്ധരിച്ച് ചിലരൊക്കെ വി ഡി ചേട്ട, സതീഷ് ചേട്ട എന്നൊക്കെ വിളിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ചിലർ വി ഡി ചേട്ടനെ കാണാൻ വേണ്ടി തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. അങ്ങനെ എത്തിയ ഒരാളായിരുന്നു റിനി ആൻ ജോർജ്. നമുക്കൊക്കെ റിനി ആൻ ജോർജിനെ അറിയാം. ചലച്ചിത്ര നടിയാണ് എന്നാണ് അവകാശപ്പെടുന്നത്. അവർ ചാനൽ അവതാരികയായിരുന്നു എന്നും പറയപ്പെടുന്നു. നമ്മൾ അവരെക്കുറിച്ച് കേൾക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഒരുക്കിയ കെണിയുടെ വാതിൽ അവർ തുറന്നപ്പോഴാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അവരോടോ മറ്റേതെങ്കിലും സ്ത്രീയോടോ മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവർ നിയമപരമായ നടപടിക്ക് തുടക്കം കുറിക്കണം. അവർ അത് തുറന്നു പറഞ്ഞ് രാഹുലിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കണം. പക്ഷെ അവർ ബോധപൂർവം ചില സൂചനകൾ മാത്രം നൽകി. പേരോ വിശദാംശങ്ങളോ വെളിപ്പെടുത്താതെ ഉത്തരവാദിത്വം സ്വയം ഒഴിഞ്ഞ് രാഹുലിനെ മാധ്യമ വിചാരണയ്ക്ക് ഇട്ടുകൊടുക്കുകയായിരുന്നു. പെണ്ണ് കേസിനെ ഭംഗിയായി ഉപയോഗിച്ച് വോട്ട് നേടി ഭരണമുറപ്പിച്ച ചരിത്രം ഉള്ളതിനാൽ ഒരു കഴുകനെ പോലെ അത്തരമൊരവസരം കാത്തിരുന്ന CPIM എന്ന ജനവിരുദ്ധ പാർട്ടിയും അവരെ നയിക്കുന്ന മുഖ്യമന്ത്രിയും അതിന് ഓശാന പാടുന്ന പോലീസും ആ അവസരം കൃത്യമായി ഉപയോഗിച്ചു. ആദ്യം സോഷ്യൽ മീഡിയയിലെ ചില തമ്പുരാക്കന്മാർ റിനിയുടെ പ്രസ്താവനയുടെ വ്യാഖ്യാനവുമായി രംഗത്തെത്തി. പിന്നീട് ക്രെഡിബിലിറ്റി ലെവലേശമില്ലാത്ത ചില ചാനലുകൾ അത് ഏറ്റെടുത്തു. ഇതോടെ സകല പത്രങ്ങൾക്കും ചാനലുകൾക്കും ഏറ്റുപിടിക്കേണ്ടി വന്നു. അതിനിരയായി രാഹുൽ മാങ്കൂട്ടത്തിലിന് പദവികൾ നഷ്ടപ്പെട്ടു തുടങ്ങി. പരാതിക്കാരുണ്ടോ എന്ന് ചോദിച്ച് പിണറായിയുടെ പോലീസ് വീടുകളിൽ പോയി വാതിലിൽ മുട്ടാൻ തുടങ്ങി. അങ്ങനെ എങ്ങനെയൊക്കെയോ അവർ പരാതി ഒപ്പിച്ചെടുത്തു. രാഹുലിനെ പിടിച്ച് ജയിലിലടച്ചു. രാഹുൽ നിരപരാധിയാണ്, ഒരു തരത്തിലും ഈ കുറ്റകൃത്യം നിലനിൽക്കില്ല എന്ന് പറഞ്ഞ് കോടതി രാഹുലിനെ ജാമ്യത്തിൽ അയച്ചു. പക്ഷെ അപ്പോഴേക്കും രാഹുലിന് നഷ്ടപ്പെട്ടത് തൻ്റെ എല്ലാ പദവികളും ആദരവുമായിരുന്നു. ഒടുവിൽ MLA സ്ഥാനവും തെറിച്ചു. പക്ഷെ രാഹുൽ വേട്ടയാടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നവരാണ് സാധാരണ മനുഷ്യരിൽ ഏറെയും. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ വല്ലപ്പോഴും വന്ന് എന്തെങ്കിലും പറയുമ്പോൾ രാഹുലിനെ സ്വീകരിക്കാൻ, ചേർത്ത് പിടിക്കാൻ വലിയൊരു ആരവം തന്നെ ഉണ്ടായി. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പിണറായി വിജയൻ്റെ ദുഷ്കർമ്മങ്ങളെക്കുറിച്ചും ദുഷ്ടത്തരങ്ങളെക്കുറിച്ചും എണ്ണി രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അത് കേൾക്കാൻ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഒഴുകിയെത്തിയത്. 4-5 വീഡിയോകൾ കൊണ്ട് മാത്രം സർക്കാരിനെ എണീറ്റ് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറ്റി. അങ്ങനെ രാഹുലിനെ പോലെയുള്ള പലരുടെയും പ്രയത്നത്തിനൊടുവിൽ വലിയൊരു കൊടുങ്കാറ്റ് രൂപപ്പെടുകയും ആ കൊടുങ്കാറ്റിൽ പിണറായിയെ ദൈവമാക്കി കരുതിയ സകലരും കടപുഴകി വീഴുകയും ചെയ്തു. ആ കൊടുങ്കാറ്റിൻ്റെ ശബ്ദം തിരിച്ചറിയാൻ ഇവിടുത്തെ പെയ്ഡ് മാധ്യമങ്ങൾക്ക് കഴിഞ്ഞില്ല. അവസാന നിമിഷം വരെ അവർ പറഞ്ഞുകൊണ്ടിരുന്നു പിണറായിയുടെ 3ാം ഭരണമെന്ന്. അങ്ങനെ കൊടുങ്കാറ്റ് പൂർത്തിയായി. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി. ആ ചടങ്ങിലേക്ക് വി ഡി ചേട്ടനെ കാണാൻ എത്തുകയാണ് റിനി ആൻ ജോർജ്. പക്ഷേ ആൾക്കൂട്ടത്തിന് നടുവിലൂടെ റിനി ചിരിച്ചുകൊണ്ട് പോവുകയാണ്, ഈ കൊടുങ്കാറ്റിൻ്റെ ശില്പികളിൽ ഒരാളെന്ന ഭാവത്തിൽ. പക്ഷേ ജനക്കൂട്ടം വെറുതെ വിട്ടില്ല. അവർ കൂവി വിളിച്ചു. റിനി ആൻ ജോർജിനെ കൂവി വിളിച്ചത് ആരാണ്? കോൺഗ്രസ് പ്രവർത്തകർ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? റിനിയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്ന് ഈ നാട്ടിലെ പൊതുസമൂഹം ചിന്തിക്കുന്നുവെന്ന്. ഒരാൾ പോലും റിനിക്ക് വേണ്ടി കൂവി വിളിച്ചവരെ തടയാൻ മുതിർന്നില്ല. കാരണം അവരുടെയൊക്കെ പൊതുവികാരം അതുതന്നെയായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലൂടെ റിനി എങ്ങോട്ട് പോയി മറഞ്ഞെന്ന് നമുക്കറിയില്ല. ഇതേ ആൾക്കൂട്ടത്തിനിടയിൽ മറ്റൊരു വിസ്മയ കാഴ്ച കൂടി നമ്മൾ കണ്ടു. എന്താണ് എന്നറിയാത്ത വിധത്തിൽ ഒരു കടലിരമ്പം കേൾക്കുന്നു. വലിയ ആരവത്തോടുകൂടി തിരമാലകൾ ആർത്തലയ്ക്കുന്നത് പോലെ ജനക്കൂട്ടം മുമ്പോട്ട് പോകുന്നു.
എന്താണെന്നറിയാതെ ആളുകൾ വിസ്മയത്തോട് നോക്കിയപ്പോൾ ആൾക്കൂട്ടം എടുത്തു പൊക്കിക്കൊണ്ടുപോകുന്നത് റിനി വില്ലനാക്കി എല്ലാ അവസരങ്ങളും നഷ്ടപ്പെടുത്തിയ രാഹുൽ മാങ്കൂട്ടത്തെയാണ്. രാഹുലിനെ കെട്ടിപ്പിടിച്ചും ആശ്ലേഷിച്ചും ജയ് വിളിച്ചും ആൾക്കൂട്ടം കൊണ്ടുപോയത് എങ്ങോട്ടായിരുന്നു? ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ച ഒരു നേതാവ്. എല്ലാവരും ഭയന്ന് പിന്മാറിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്ത് നോക്കി എടോ വിജയ എന്ന് വിളിക്കാൻ ധൈര്യം കാട്ടിയ ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ്റെ നാവ് മുറിക്കാൻ കൂട്ടുനിന്നവർക്കൊക്കെയുള്ള താക്കീതായി മാറി ഈ സംരക്ഷണവും തണലും. എത്ര ഉച്ചത്തിൽ ആരൊക്കെ വിളിച്ചു പറഞ്ഞാലും സത്യം സത്യമായി അവശേഷിക്കും എന്നതിൻ്റെ തെളിവായി മാറി രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയ ഈ സ്വീകരണം.